ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ കുറേ ദിവസമായി ചർച്ച ചെയ്തിരുന്ന വിഷയമായതുകൊണ്ട് ഇന്ന് സഭയ്ക്കകത്ത് ഈ വിഷയം ഉയർന്നു വന്നതിൻ്റെ ഒരു രീതി, അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളും വ്യത്യസ്ത പ്രതികരണങ്ങളും ഒന്ന് കണ്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളിലേക്ക് വന്നാൽ അത് കുറച്ചുകൂടി നന്നാവും. കാരണം ഇതിൽ ഏതാണ് ശരി, ആര് പറയുന്നതാണ് ശരി എന്നതൊക്കെയുള്ള ആളുകളുടെ ഇടയിലേക്ക് അത് ഗുണം ചെയ്യട്ടെ. ഇപ്പോൾ ഒരു ഉദാഹരണം, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു എവിഡൻസ്, ഒരു വീഡിയോ ഒന്ന് കാണാം. അതായത് ഈ ആശാ വർക്കർമാരുമായി ബന്ധപ്പെട്ട്, ആശാപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഉന്നയിക്കുന്ന ഒരു വലിയ കൺസേൺ ഉണ്ട്. ആ കൺസേണിന് മന്ത്രി കൊടുത്ത മറുപടിയുമുണ്ട്. അതിനുശേഷം അതടക്കം വെച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരാം. ശേഷം ഈ ആശാ വർക്കർമാർ മറ്റു ജോലിക്ക് പോകുന്നത് നിയമപരമായി നിരോധിക്കുകയും ചെയ്തു സാർ. അവർക്ക് മറ്റൊരു വരുമാനവുമില്ല സാർ. ആ മനുഷ്യർക്കാണ് 10 മാനദണ്ഡങ്ങളിലൂടെ മാത്രം 7000 രൂപ കിട്ടുന്നത്. സാർ, ഇവിടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, അത് വളരെ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണ് സാർ. അതായത് മറ്റു തൊഴിലുകൾക്ക് പോകാൻ കഴിയില്ല എന്നുള്ളത്. സാർ, ഇത് 2021 നവംബർ മാസത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ചുമതല ഏറ്റെടുത്ത ആദ്യ വർഷം നവംബർ മാസത്തിലെ പ്രൊസീഡിങ്സ് ആണ് സാർ. അതിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള കാര്യത്തിൽ പറയുന്നുണ്ട്, സൂചന 5 പ്രകാരം കോവിഡ് വ്യാപനത്തെ തുടർന്ന് ആശാപ്രവർത്തകരെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സൂചന 6 പ്രകാരം ആശാപ്രവർത്തകർക്ക് പ്രസ്തുത പദ്ധതിയിൽ തുടരാവുന്നതാണ്. അതാണ് ഞാൻ സാർ നേരത്തെ പറഞ്ഞ കണക്ക്. 1230 പേർ ഇപ്പോൾ നിലവിൽ MNREGS-ലുണ്ട്. പിന്നെ മറ്റ് തൊഴിലുകൾ എടുക്കുന്നവരുണ്ട്. റൈറ്റ്. ആദ്യ ഊഴം അഡ്വക്കേറ്റ് അരുൺകുമാറിൻ്റെതാണ്. ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിരവധി ഇടപെടലുകൾ UDF-ന്റെ ഭാഗത്തുനിന്ന്, BJP-യുടെ ഭാഗത്തുനിന്ന്, ഒരു കൂട്ടം മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണ്. സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന SUC-യുടെ നേതാക്കന്മാർ ഓരോ ദിവസവും ഓരോ ചാനലിൽ വന്നിരുന്ന് ഓരോ ആരോപണം ഉന്നയിക്കും. അത് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മറ്റ് ആരോപണമായിട്ട് ഉന്നയിക്കും. ഇവിടെ ഏറ്റവും ആദ്യ ദിവസം മുതൽ ഇവർ ആരോപിച്ചിരുന്നത് ഇത്തരത്തിൽ ആശാ വർക്കേഴ്സായി ജോലി ചെയ്യുന്നവർക്ക് മറ്റൊരു തൊഴിലിലും പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ സർക്കുലർ ഇറക്കി എന്നതാണ്. ഇടയ്ക്കൊരു സർക്കുലർ വന്നു. ആ സർക്കുലർ എന്താ? ഇവിടെ ആദ്യം പല ദിവസവും നമ്മൾ പരാമർശിച്ചാണ്, മറ്റു മേഖലകളിൽ സ്ഥിരം തൊഴിൽ ചെയ്യുന്ന, പൂർണ്ണ സമയവും തൊഴിൽ ചെയ്യുന്ന സ്ഥിരം തൊഴിലുള്ളവർ ആശാ വർക്കേഴ്സായിട്ട് ജോലി ചെയ്യരുത്. അങ്ങനെ ജോലി ചെയ്താൽ നമുക്കറിയാം, ഗർഭിണികൾക്കും സ്ത്രീകൾക്കും എല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്ന, ഉറപ്പുവരുത്തേണ്ട സേവനം കിട്ടില്ല. പൂർണ്ണ ജോലി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മറ്റു ജോലിയിൽ ചെയ്യുന്നവർ ആശാ വർക്കേഴ്സായിട്ട് ജോലി ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ പറഞ്ഞു ആ കോവിഡ് കാലത്തുണ്ടായിട്ടുള്ള മാനദണ്ഡം, അതിൽ കൃത്യമായിട്ട് മാറ്റം വന്ന കാര്യമെല്ലാം മന്ത്രി പറഞ്ഞു. അപ്പം വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കോവിഡ് വന്ന സാഹചര്യമൊക്കെ 2020 ആണല്ലോ. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നിരന്തരം നടത്തി. ഈ സമരത്തിന്റെ ഭാഗമായി ഇവർ ഉന്നയിക്കുന്ന ഒന്നാമത്തെ കാര്യം ശമ്പളവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ജോലി സ്ഥിരതയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ മറ്റ് സ്കീം നടപ്പാക്കുമ്പോൾ ഉള്ള മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട് ഇവയെല്ലാം കേന്ദ്ര ഗവൺമെന്റാണ് ചെയ്യേണ്ടതെന്നും സംസ്ഥാന ഗവൺമെന്റ് അല്ല എന്നും, സംസ്ഥാന ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ടെന്നും, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം മേടിക്കുന്ന സംസ്ഥാനം കേരളമാണെന്നും, ഇൻസെന്റീവും ഓണറേറിയവും കൂട്ടുമ്പോൾ ഇത്രയും തുക കിട്ടുന്ന മറ്റൊരു സംസ്ഥാനവും ഇല്ല എന്നും വ്യക്തമായിരിക്കെ മറ്റ് പല കാരണങ്ങൾ അടർത്തിയെടുത്ത് തെറ്റായിട്ടോ വ്യാജപ്രചരണം നടത്തുക. ഇപ്പൊ കുറച്ച് സമയമാണ് കോൺഗ്രസിന്റെ നേതാവ് സംസാരിച്ചെങ്കിൽ അദ്ദേഹം പറഞ്ഞത് കർണാടകയിൽ 21,000 രൂപയായി ഓണറേറിയം വർദ്ധിപ്പിച്ചു എന്നതാണ്. കർണാടകത്തിൽ 6,000 രൂപയായിരുന്നു ഓണറേറിയം. അവിടെ ഇൻസെന്റീവ് ഇല്ല. ഇപ്പൊ സമരം നടത്തിയപ്പോൾ അത് 10 ആക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇൻസെന്റീവ് ഇല്ല, പ്രഖ്യാപനമുള്ളൂ, എന്നാലും 10 ഉള്ളൂ. പക്ഷേ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ വന്ന് എന്താ പറഞ്ഞ് 21,000 വർദ്ധിപ്പിച്ചില്ലേ എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഒരു റെപ്രസെന്റേഷൻ കിട്ടിയപ്പോഴേക്കും PSC-ക്ക് ശമ്പളം വർദ്ധിപ്പിച്ചില്ലേ ചോദിക്കുകയാണ്. കേട്ടിരിക്കുന്ന ആളുകൾ ഓർക്കും ഇത് ശരിയാണെന്ന്. നമുക്കറിയാം, ജില്ലാ ജഡ്ജിയുടെ കാറ്റഗറിയാണ് PSC മെമ്പർമാർക്ക്. 9 വർഷമായി അവരുടെ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശുപാർശ പെൻഡിംഗ് ആണ്. ഏതെങ്കിലും തരത്തിലൊരു റെപ്രസെന്റേഷൻ കൺസിഡർ ചെയ്തല്ല, PSC മെമ്പർമാരുടെ ആവശ്യവും പരിഗണിച്ചതല്ല. 9 കൊല്ലം മുമ്പ് എടുത്ത തീരുമാനം, ആ തീരുമാനം പല കാരണങ്ങളാൽ നടപ്പാക്കാതെ നീണ്ടുപോയത് ജില്ലാ ജഡ്ജിമാരുടെ അതേ കാറ്റഗറിയിലുള്ള ശമ്പളം ബാക്കി എല്ലാ സംസ്ഥാനത്തും എടുത്തു നോക്കിയാൽ ഒരേ താരിപ്പുള്ള ശമ്പളമാണ്. ആ ശമ്പളമാണ് ഇവിടെ കൊടുത്തത് 9 കൊല്ലം വൈകി. അപ്പൊ തെറ്റിദ്ധരിപ്പിക്കാൻ, നുണ പ്രചരിപ്പിക്കാൻ കോൺഗ്രസ് നടത്തുന്ന നിരന്തരമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായി തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അടിയന്തര പ്രമേയത്തിന്റെ ഭാഗമായി ഈ വ്യാജ ആരോപണം ഉന്നയിച്ചത്. അദ്ദേഹത്തിന് പിന്നെ വ്യാജ ആരോപണം ഉന്നയിക്കുന്ന കാര്യത്തിൽ പുതുമയൊന്നുമില്ല. കാരണം അദ്ദേഹം ആ സ്ഥാനത്ത് എത്തിയതും ഇത്തരത്തിൽ വ്യാജ പ്രവർത്തനത്തിലൂടെയാണ്. അത് അത്തരത്തിൽ മാത്രമേ ഞങ്ങൾ കാണുള്ളൂ.